Good morning all. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ടൈപ്സ് ഓഫ് റിസർച്ച് ആണ് ഡിസ്കസ് ചെയ്തത്. അതിൽ മെയിൻ ആയിട്ടുള്ള 3 റിസർച്ചിനെ പറ്റി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിൻ്റെ കണ്ടിന്യൂഷൻ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിൽ ഫോർത്ത് വൺ പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ആണ്. ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് റിസർച്ച് ആണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. അതൊരു ഫാക്ട് ഫൈൻഡിങ് ഇൻവെസ്റ്റിഗേഷൻ ആണ്. ഈ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിൽ നമ്മൾ മെയിനായിട്ടും സ്റ്റഡി ചെയ്യുന്നത് ഡിസ്ക്രിപ്റ്റീവ് ഇൻഫോർമേഷൻ ഗ്യാദർ ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ്. അപ്പോൾ കോംപ്ലക്സ് സ്റ്റഡീസൊക്കെ ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻഫോർമേഷൻസ് ഈ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിൽ നിന്ന് നമുക്ക് അവൈലബിൾ ആണ്. ഇതിൽ നിന്ന് ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഡാറ്റ, ഇതിനുള്ള ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യണം. സോ ഈ ഡാറ്റ, ഈ സ്റ്റഡിക്ക് ആവശ്യമായിട്ടുള്ള ഡാറ്റ ഒക്കെ നമ്മൾ കളക്ട് ചെയ്യുന്നത് ഒബ്സർവേഷൻ വഴി, ഇൻ്റർവ്യൂ വഴി, മെയിൽഡ് ക്വസ്റ്റ്യനെയർ വഴിയൊക്കെയാണ് നമ്മൾ ഇതിനാവശ്യമായിട്ടുള്ള ഡാറ്റാസൊക്കെ കളക്ട് ചെയ്യുന്നത്. ഇറ്റ് ഡസ് നോട്ട് ഡീൽ വിത്ത് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ് ഓർ പ്രൊപ്പോസിഷൻ. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളിവിടെ ഹൈപ്പോത്തസിസ് ഒന്നും ഫോർമുലേറ്റ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. മാത്രമല്ല ഈ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് മെയിനായിട്ടും ഫിസിക്കൽ, നാച്ചുറൽ സയൻസ്, സോഷ്യൽ സയൻസസിലൊക്കെയാണ് സാധാരണ യൂസ് ചെയ്യാറുള്ളത്. ഈ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിൻ്റെ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു യൂസേജ് എന്ന് പറയുന്നത് അറ്റ് പ്രസൻറ്റ് കാര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഒരു പർട്ടിക്കുലർ ഇൻഡിവിജ്വൽ സിറ്റുവേഷൻ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് എങ്ങനെയായിരിക്കും, എത്ര അതിൻ്റെ ഒരു ഇവൻറ്റ് ഒക്കെയർ ചെയ്യുന്ന ഒരു ഫ്രീക്വൻസി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ആക്യുറേറ്റ് ആയിട്ട് ഈ ഒരു ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് വഴി നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് അതിനൊരു ഫാക്ട് ഫൈൻഡിങ് എൻക്വയറി എന്നാണ് പറയുക. അപ്പോൾ പലതരത്തിലുള്ള സർവേസും എൻക്വയറീസും ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. ഇനി ഇപ്പോൾ ഈ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിന് കുറച്ച് ക്രൈറ്റീരിയാസ് ഫുൾഫിൽ ചെയ്യാനായിട്ടുണ്ട്. അത് ഏതൊക്കെയാണ് ക്രൈറ്റീരിയാസ് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് ആ പ്രോബ്ലം എന്താണോ നമ്മൾ സ്റ്റഡി ചെയ്യാൻ പോകുന്നത്, ആ ഒരു പ്രോബ്ലം ഇറ്റ് മസ്റ്റ് ബി ഡിസ്ക്രൈബിൾ, നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. അപ്പോൾ ദ പ്രോബ്ലം മസ്റ്റ് ബി ഡിസ്ക്രൈബിൾ, അതാണ് ഫസ്റ്റ് ക്രൈറ്റീരിയ. ദെൻ സെക്കൻഡ് ക്രൈറ്റീരിയ പറയുന്നത് ദ ഡാറ്റ ഷുഡ് ബി അമനബിൾ ഫോർ റിലയബിലിറ്റി ആൻഡ് സിഗ്നിഫിക്കൻസ്. അപ്പോൾ ഈ ഡാറ്റ എങ്ങനെയുള്ളതായിരിക്കണം? റിലയബിൾ ആയിരിക്കണം, സിഗ്നിഫിക്കൻ്റ് ആയിരിക്കണം, റെലവൻ്റ് ആയിരിക്കണം. നെക്സ്റ്റ് ക്രൈറ്റീരിയ പറയുന്നത് ഇറ്റ് ഈസ് പോസിബിൾ ടു ഡെവലപ്പ് വാലിഡ് സ്റ്റാൻഡേർഡ്സ് ഓഫ് കമ്പാരിസൺ, നമുക്ക് ശരിയായ രീതിയിൽ കമ്പയർ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. ഇറ്റ് ഷുഡ് പ്രൊവൈഡ് ഇറ്റ്സെൽഫ് ടു വെരിഫയബിൾ പ്രൊസീജിയർ ഓഫ് കളക്ഷൻ ആൻഡ് അനാലിസിസ് ഓഫ് ഡാറ്റ. അപ്പോൾ ഡാറ്റ കളക്ട് ചെയ്യുന്നതും അത് അനലൈസ് ചെയ്യുന്ന ഈ പ്രൊസീജിയേഴ്സും ഒക്കെ നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. ഇങ്ങനെ 4 ക്രൈറ്റീരിയ ആണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ ഇറ്റ് എയിംസ് അറ്റ് ഐഡൻറ്റിഫൈങ് ദ വേരിയസ് ഫീച്ചേഴ്സ് ഓഫ് കമോഡിറ്റി ഓർ പ്രോബ്ലം അണ്ടർ സ്റ്റഡി. നമ്മൾ എന്തിനെ പറ്റിയാണ് സ്റ്റഡി കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് അതിനെ പറ്റിയിട്ട് അതിൻ്റെ എല്ലാ ഫീച്ചേഴ്സും ഐഡൻറ്റിഫൈ ചെയ്യാൻ ഈ ഒരു ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റിസർച്ചാണ്. ഫാക്ട് ഫൈൻഡിങ് ഇൻവെസ്റ്റിഗേഷൻ ആണ്. വളരെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ ആണ് ഇതിൽ നിന്നും നമുക്ക് കിട്ടുന്നത്. കോംപ്ലക്സ് സ്റ്റഡീസൊക്കെ ഫോർമുലേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇൻഫോർമേഷൻ ഇതിൽ നിന്നും നമുക്ക് കിട്ടും. മെയിനായിട്ടും ഇതിനാവശ്യമായിട്ടുള്ള ഡാറ്റാസ് നമ്മൾ കളക്ട് ചെയ്യുന്നത് ഒബ്സർവേഷൻ, ഇൻ്റർവ്യൂ, മെയിൽഡ് ക്വസ്റ്റ്യനെയർ വഴിയൊക്കെയാണ്. പക്ഷെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, നമ്മളിവിടെ ഹൈപ്പോത്തസിസ് ഒന്നും ഫോർമുലേറ്റ് ചെയ്യുന്നില്ല. പിന്നെ ഇത് മെയിനായിട്ടും ഫിസിക്കൽ, നാച്ചുറൽ സയൻസ്, സോഷ്യൽ സയൻസിലൊക്കെയാണ് സാധാരണ യൂസ് ചെയ്യാറുള്ളത്. പിന്നെ അറ്റ് പ്രസൻറ്റ് ഇപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഈ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിൽ കൂടെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. പിന്നെ പറഞ്ഞത് അതിൽ നമുക്ക് കുറച്ച് ക്രൈറ്റീരിയാസ് ഫുൾഫിൽ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു. അതിൽ ഫസ്റ്റ് ക്രൈറ്റീരിയ ദ പ്രോബ്ലം മസ്റ്റ് ബി ഡിസ്ക്രൈബിൾ ആയിരിക്കണം, ഡാറ്റ റിലയബിൾ ആയിരിക്കണം, സിഗ്നിഫിക്കൻ്റ് ആയിരിക്കണം, നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം, ഡാറ്റ കളക്ഷനും അതിൻ്റെ അനാലിസിസ് പ്രൊസീജിയേഴ്സും വെരിഫയബിൾ ആയിരിക്കണം. അത്രയാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിൽ നമുക്ക് പറയാനുള്ളത്. അടുത്തത് അനലിറ്റിക്കൽ റിസർച്ചാണ്. നെക്സ്റ്റ് വൺ analytical research. Analytical research
In analytical research, the available information or data are analyzed and critical evaluations are made to solve the problem. അപ്പോൾ അനലിറ്റിക്കൽ റിസർച്ചിൽ എന്താ ചെയ്യാം? അനലിറ്റിക്കൽ റിസർച്ചിൽ പറയുന്നത് നമുക്ക് കിട്ടിയിട്ടുള്ള അവൈലബിൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻസും ഡാറ്റാസും നമ്മൾ വളരെ കൃത്യമായി അതിനെ അനലൈസ് ചെയ്ത് അതിനെ ഇവാലുവേറ്റ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾക്ക് സോൾവ് ചെയ്യാനുള്ള പ്രോബ്ലം, ആ ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റാസിനെ നമ്മൾ അനലൈസ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്യണം. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ അനലിറ്റിക്കൽ റിസർച്ചിൽ നമ്മൾ ഹൈപ്പോത്തസിസ് ഒക്കെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് തമ്മിലുള്ള ഇൻ്റർ റിലേഷൻഷിപ്പ് ഒക്കെ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻ്റർപ്രറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സ്റ്റഡിയിൽ മാത്തമാറ്റിക്കൽ മോഡൽസും അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ്, ഇപ്പോൾ നമുക്കറിയാം കോറിലേഷൻ, മൾട്ടിവേരിയേറ്റ് അനാലിസിസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സാധാരണ നമ്മൾ അപ്ലൈ ചെയ്യാറുള്ളത്. ഇറ്റ് കോൺസെൻട്രേറ്റ് ഓൺ അനലൈസിങ് ഡാറ്റ ഇൻ ഡെപ്ത്. വളരെ ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു അനാലിസിസ് ഇവിടെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ അത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് പല വ്യത്യസ്തങ്ങളായിട്ടുള്ള ആംഗിളിൽ നിന്നും അതിനെയും ഇവിടെ നമുക്ക് പുറത്തു കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇനി സാധാരണ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ബിസിനസ് ഫീൽഡിലൊക്കെയാണ്. കാരണം അവിടെയാണ് നമുക്ക് കൂടുതലായിട്ട് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ന്യൂമറിക്കൽ ഡാറ്റാസ് ഒക്കെ ആവശ്യമായിട്ട് വരിക. സോ ബിസിനസ് ഫീൽഡിലാണ് ഇത് കൂടുതലായിട്ടും യൂസ് ചെയ്യാറുള്ളത്. പിന്നെ ഇത് സാധാരണ നമ്മളുടെ വേരിയബിൾസ് മെഷർ ചെയ്യാനായിട്ടും ഗ്രൂപ്പ്സുകളിനെ കമ്പയർ ചെയ്യാനായിട്ടും വേരിയബിൾസ് തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് വെരിഫൈ ചെയ്യാനായിട്ടൊക്കെ യൂസ് ചെയ്യാറുണ്ട്. സാധാരണ ഇതിലുള്ള ഈ ഡാറ്റയൊക്കെ, ഈ റിസർച്ച് കണ്ടക്ട് ചെയ്യാനുള്ള ഡാറ്റ നമ്മൾ പ്രൈമറി സോഴ്സിൽ നിന്നും സെക്കൻഡറി സോഴ്സിൽ നിന്നൊക്കെ കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയാണ് അനലിറ്റിക്കൽ റിസർച്ചിൽ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ അനലിറ്റിക്കൽ റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൃത്യമായി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റേനെ അനലൈസ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്ത് ആ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ദെൻ അവിടെ ഹൈപ്പോത്തസിസ് ഒക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, റിലേഷൻഷിപ്പിനെയൊക്കെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നുണ്ട്. കൂടുതലായിട്ടും മാത്തമാറ്റിക്കൽ മോഡൽസും അഡ്വാൻസ്ഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് ലൈക്ക് കോറിലേഷൻ, മൾട്ടിവേരിയേറ്റ് അനാലിസിസ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു അനാലിസിസ് ആണ് ഇവിടെ നടക്കുന്നത്. റിലേഷൻഷിപ്പ് പല ആംഗിളിൽ നിന്നും നമുക്ക് അവൈലബിൾ ആണ്. മെയിനായിട്ടും ബിസിനസ് ഫീൽഡിൽ, അതായത് ന്യൂമറിക്കൽ ഡാറ്റ കൂടുതലായിട്ട് ആവശ്യമായിട്ടുള്ള ബിസിനസ് ഫീൽഡിലാണ് യൂസ് ചെയ്യുക. വേരിയബിൾസ് മെഷർ ചെയ്യാനും അതുപോലെ തന്നെ ഗ്രൂപ്പ്സിനെ കമ്പയർ ചെയ്യാനും അസോസിയേഷൻ വെരിഫൈ ചെയ്യാനൊക്കെ ഇത് യൂസ് ചെയ്യാറുണ്ട്. ഡാറ്റ മെയിനായിട്ടും കളക്ട് ചെയ്യുന്നത് സെക്കൻഡറി പ്രൈമറി സോഴ്സസിൽ നിന്നാണ്. അടുത്ത നമ്മളുടെ ടോപ്പിക് ഡിഫറൻസ് ബിറ്റ്വീൻ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ആൻഡ് അനലിറ്റിക്കൽ റിസർച്ച്. അനലിറ്റിക്കൽ റിസർച്ചും ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അതിൽ ഇപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡിയിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, റിസർച്ചർ അവിടെ നമുക്ക് റെലവെൻ്റ് ആയിട്ടുള്ള വേരിയബിൾസിനൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യും. പക്ഷെ അതേസമയം അവിടെ എന്ത് നടക്കുന്നില്ല? ഹൈപ്പോത്തസിസ് ഒന്നും അവിടെ ടെസ്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ അനലിറ്റിക്കൽ റിസർച്ച് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് നടക്കുന്നുണ്ട്, റിലേഷൻഷിപ്പ് തമ്മിലുള്ള ഇൻ്റർപ്രിറ്റേഷനും നടക്കുന്നുണ്ട്. അതാണ് ഫസ്റ്റ് ഡിഫറൻസ്. സെക്കൻഡ് ഡിഫറൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ്, ഇപ്പോൾ ആവറേജ്, പെർസെൻറ്റേജ്, ഇതൊക്കെയാണ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡിയിൽ നമ്മൾ യൂസ് ചെയ്യുക. പക്ഷേ അനലിറ്റിക്കൽ സ്റ്റഡിയിലാണെങ്കിൽ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ലൈക്ക് കോറിലേഷൻ, മൾട്ടിവേരിയേറ്റ് അനാലിസിസ്, ഇതൊക്കെയാണ് അവിടെ സാധാരണ യൂസ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് ഡിഫറൻസ് ആണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചും അനലിറ്റിക്കൽ റിസർച്ചും തമ്മിലുള്ളത്. ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിൽ നമ്മൾ പറഞ്ഞു അവിടെ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് ചെയ്യുന്നില്ല, റെലവൻറ്റ് വേരിയബിൾസ് ഐഡൻറ്റിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ അതേസമയം അനലിറ്റിക്കൽ സ്റ്റഡിയിൽ ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് ഡിഫറൻസ് പറഞ്ഞു, സിമ്പിൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ആയിട്ടുള്ള ആവറേജ്, പെർസെൻറ്റേജ് ഒക്കെയാണ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡിയിൽ യൂസ് ചെയ്യുക. പക്ഷേ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ലൈക്ക് കോറിലേഷൻ, മൾട്ടിവേരിയേറ്റ് അനാലിസിസ് ഒക്കെയാണ് നമ്മൾ സാധാരണയായിട്ട് ഏതിൽ യൂസ് ചെയ്യാറുള്ളത്? അനലിറ്റിക്കൽ റിസർച്ചിൽ യൂസ് ചെയ്യാറുള്ളത്. ഇനി അടുത്ത ടൈപ്പ് റിസർച്ച് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ആൻഡ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് ആണ്. Quantitative research and qualitative research. Quantitative, qualitative research ആണ്. അതിൽ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ മെഷർമെൻറ്റ് ഓഫ് ക്വാണ്ടിറ്റി ഓർ എമൗണ്ട്. ഒരു ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഒരു എമൗണ്ടുമായിട്ട് കൺസേൺ ചെയ്യുന്നതാണ്. ക്വാളിറ്റേറ്റീവ് റിസർച്ച്, അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൽ നമ്മൾ സാധാരണയായിട്ടും ഒബ്വിയസ്ലി മാത്തമാറ്റിക്കൽ, സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് ഒക്കെയാണ് യൂസ് ചെയ്യുക. പക്ഷേ ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത്
ക്വാളിറ്റി അല്ലെ, ക്വാളിറ്റേറ്റീവ് റിസർച്ചുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ്, ക്വാളിറ്റേറ്റീവ് ഫിനോമിനൻ ആണ്. അപ്പോൾ പറയുകയാണെങ്കിൽ ഒരു മോട്ടിവേഷൻ റിസർച്ച് എന്ന് പറയുന്നത് ഒരു ക്വാളിറ്റേറ്റീവ് റിസർച്ചാണ്. അപ്പോൾ അതിൽ കൂടെ നമുക്ക് ബിഹേവിയറൽ സയൻസിലൊക്കെ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മളുടെ ഹ്യൂമൻ ബിഹേവിയറിന് അതിൽ വരുന്ന മോട്ടീവ്സ് ഒക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഒപ്പീനിയൻ റിസർച്ച് എന്ന് പറയുന്നത് അതും ഒരു ക്വാളിറ്റേറ്റീവ് റിസർച്ചാണ്. കാരണം എന്താണ് ആളുകളുടെ ഒരു ഫീലിംഗ്, ഒരു കാര്യത്തിന് ആളുകൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്, ഇതൊക്കെ നമുക്ക് ഒരു ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ കൂടിയാണ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചും ഉണ്ട്, ക്വാളിറ്റേറ്റീവും ഉണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ അത് ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ക്വാണ്ടിറ്റേറ്റീവ് ഫിനോമിന. ക്വാളിറ്റേറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ക്വാളിറ്റി ഫിനോമിന. ദെൻ അടുത്തത് എംപിരിക്കൽ റിസർച്ചാണ്. എംപിരിക്കൽ റിസർച്ച്. എംപിരിക്കൽ റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമ്മൾ ഒബ്സർവേഷൻ ഒക്കെ ബേസ് ചെയ്തിട്ട് എക്സ്പീരിയൻസിനെയും ഒബ്സർവേഷനൊക്കെ ബേസ് ചെയ്തുകൊണ്ട് നടത്തുന്ന റിസർച്ചാണ് എംപിരിക്കൽ റിസർച്ച് എന്ന് പറയുന്നത്. അതൊരു ഡാറ്റാ ബേസ്ഡ് റിസർച്ചാണ്. ഇതിൽ നമ്മളൊരു കൺക്ലൂഷനിൽ എത്തുന്നത് ഈ എക്സ്പീരിയൻസിൻ്റെയും ഒബ്സർവേഷൻ്റെയും അതിനൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മളൊരു കൺക്ലൂഷനിലെത്തുക. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു എംപിരിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് സോളിഡ് പ്രൂഫ് വേണം. അതിൻ്റെ ബേസിസിലാണ് നമ്മൾ ഈ റിസർച്ചൊക്കെ കണ്ടക്ട് ചെയ്യണം എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ ഈ അത്യാവശ്യത്തിനുള്ള ഡാറ്റാസൊക്കെ നമ്മൾ കളക്ട് ചെയ്തിട്ട് നമ്മൾ ഹൈപ്പോത്തസിസ് ഒന്നുകിൽ പ്രൂവ് ചെയ്യുക അല്ലെങ്കിൽ അത് ഡിസ്പ്രൂവ് ചെയ്യുകയൊക്കെയാണ് ഈ ഒരു എംപിരിക്കൽ റിസർച്ചിൽ ചെയ്യുക. മെയിനായിട്ടും നമുക്ക് അതിവിടെ സോളിഡ് ആയിട്ടുള്ള എവിഡൻസ് വേണം. നമ്മളുടെ ഒബ്സർവേഷനും എക്സ്പീരിയൻസിൻ്റെ ബേസിസിലാണ് ഈ എംപിരിക്കൽ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ പറയുന്നത് കോൺസെപ്ച്വൽ റിസർച്ചാണ്. കോൺസെപ്ച്വൽ റിസർച്ചാണ്. കോൺസെപ്ച്വൽ റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം മെയിനായിട്ടും ഈ ഫിലോസഫേഴ്സും തിങ്കേഴ്സും അവരൊക്കെ കണ്ടക്ട് ചെയ്യുന്ന ഒരു റിസർച്ചിനെയാണ് കോൺസെപ്ച്വൽ റിസർച്ച് എന്ന് പറയുക. അതായത് മെയിനായിട്ടും പുതിയ പുതിയ കോൺസെപ്റ്റുകളും ഒക്കെ ഡെവലപ്പ് ചെയ്തെടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു തിയറീനെ റിലേറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റിനെ റിലേറ്റ് ചെയ്തിട്ടൊക്കെ ഉള്ള ഒരു റിസർച്ചാണ് കോൺസെപ്ച്വൽ റിസർച്ച് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എക്സ്പെരിമെൻ്റൽ റിസർച്ചാണ്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസർച്ച് എന്ന് പറയുന്നത് എക്സ്പെരിമെൻ്റൽ റിസർച്ചാണ്. എക്സ്പെരിമെൻ്റൽ റിസർച്ച് എന്ന് പറഞ്ഞാൽ അതിനെ പറയുന്ന മറ്റൊരു പേരാണ് ലബോറട്ടറി റിസർച്ച് എന്നും പറയും. ലബോറട്ടറി റിസർച്ച് എന്നും ഇതിനെ പറയാറുണ്ട്. ദെൻ ഈ ഒരു എക്സ്പെരിമെൻ്റൽ റിസർച്ചിൻ്റെ എയിം എന്ന് പറയുന്നത് it aims at determining whether and in what manner variables are related to each other. ഇനി ഈ വേരിയബിൾസ് തമ്മിൽ പരസ്പരം ബന്ധമുണ്ടോ, ഉണ്ടെങ്കിൽ തന്നെ അത് ഏത് തരത്തിലാണ്, ഇതൊക്കെ ഡിറ്റർമിൻ ചെയ്യാനാണ് ഈ എക്സ്പെരിമെൻ്റൽ റിസർച്ച് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ മെയിനായിട്ടും ഒരു കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തിട്ടാണ് ഈ എക്സ്പെരിമെൻ്റൽ റിസർച്ച് നമ്മൾ കണ്ടക്ട് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് ഒരു കൺട്രോൾഡ് എക്സ്പെരിമെൻറ്റ് നടത്തുമ്പോൾ എങ്ങനെയാണ് ഈ കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് എന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് അറിയാനായിട്ട് സാധിക്കും. റിസർച്ചേഴ്സ് ഐഡൻറ്റിഫൈ ദ വേരിയബിൾസ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ടു ഡിറ്റർമിൻ ഇഫ് ചേഞ്ചസ് ഇൻ വൺ വേരിയബിൾ. അതായത് ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്ന ആദ്യം റിസർച്ചേഴ്സ് വേരിയബിൾസ് ഏതാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യും. ദെൻ അതിൽ ഒരു വേരിയബിൾ, ഇപ്പോൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് കൊണ്ടുവരികയാണ്. ദെൻ ആ ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൽ കൊണ്ടുവന്ന ചേഞ്ചിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, അതായത് ഇഫക്റ്റിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുന്നുണ്ടോ എന്നുള്ളതാണ് ഇവിടെ എക്സ്പെരിമെൻ്റൽ റിസർച്ചിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ സാധാരണയായിട്ടും ഫിസിക്കൽ നാച്ചുറൽ സയൻസസിലൊക്കെയാണ് സാധാരണ ഇത് കാണാറുള്ളത്. ദെൻ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് രണ്ട് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. അതായത് ഒന്ന് എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പും ഒന്ന് കൺട്രോൾഡ് ഗ്രൂപ്പുമാണ് ഉണ്ടാവും. അപ്പോൾ അതിൽ എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പിൽ എക്സ്പെരിമെൻ്റൽ വേരിയബിൾസ് ആണ് ഉണ്ടാവുക. ഈ എക്സ്പെരിമെൻ്റൽ കൺട്രോൾ ഗ്രൂപ്പിൻ്റെ അത് തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പും അതിൻ്റെ ഔട്ട്കം ആണ് നമ്മളിവിടെ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്.
ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരേപോലത്തെ 2 പ്ലോട്ട് നമ്മൾ സെലക്ട് ചെയ്തു. എല്ലാം കൊണ്ടും ക്ലൈമറ്റ് വൈസ് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ അവിടുത്തെ ഫെർട്ടിലിറ്റിയുടെ കാര്യം, ഇറിഗേഷൻ എല്ലാം സെയിം ആണ്. അങ്ങനെ 2 പ്ലോട്ട് നമ്മൾ സെലക്ട് ചെയ്തു. അതിൽ ഐഡൻറ്റിക്കൽ എല്ലാം ഒരുപോലെയാണ് അവിടെ. പക്ഷെ നമ്മൾ എക്സ്പെരിമെൻ്റൽ നമ്മൾ പറഞ്ഞു 2 തരത്തിലാണ് നമ്മൾ പറഞ്ഞത് ഗ്രൂപ്പ്. ഒന്ന് എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പും ഒന്ന് നമ്മൾ പറഞ്ഞത് കൺട്രോൾഡ് ഗ്രൂപ്പാണ്. അപ്പോൾ എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പിൽ നമ്മളവിടെ കെമിക്കൽ ഫെർട്ടിലൈസർ യൂസ് ചെയ്യാം. അപ്പോൾ കെമിക്കൽ ഫെർട്ടിലൈസർ ആ പ്ലോട്ടിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ കെമിക്കൽ ഫെർട്ടിലൈസർ യൂസ് ചെയ്തത് കൊണ്ട് അതിൽ നിന്നും കിട്ടുന്ന വിളയ്ക്ക് അതിൻ്റെ ഈൽഡിന് എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മളുടെ സ്റ്റഡി. അപ്പോൾ ഇതിൽ ഇങ്ങനെയാണ് നമ്മൾ ഒരു എക്സ്പെരിമെൻ്റൽ റിസർച്ച് കണ്ടക്ട് ചെയ്യുക. 2 ഗ്രൂപ്പ് ഉണ്ടായിരിക്കും, എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പും ഉണ്ടായിരിക്കും, കൺട്രോൾഡ് ഗ്രൂപ്പും ഉണ്ടായിരിക്കും. അതിൽ കൺട്രോൾഡ് ഗ്രൂപ്പിൽ നമ്മൾ ഒരു വ്യത്യാസവും വരുത്തുന്നില്ല. പക്ഷേ എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പിൽ നമ്മൾ എന്തെങ്കിലും ഒരു ചേഞ്ച് കൊണ്ടുവരിക. അപ്പോൾ ആ ഒരു ചേഞ്ചിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സ്പ്ലോറേറ്ററി ഓർ ഫോർമുലേറ്റീവ് റിസർച്ച് ആണ്. എക്സ്പ്ലോറേറ്ററി ഓർ ഫോർമുലേറ്റീവ്. എക്സ്പ്ലോറേറ്ററി റിസർച്ച് ഓർ ഫോർമുലേറ്റീവ് റിസർച്ച് ആണ്. എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറയുന്നത് അതൊരു ഇനീഷ്യൽ റിസർച്ചാണ്. ആദ്യം ഫസ്റ്റായിട്ട് നടത്തുന്ന റിസർച്ചാണ് എക്സ്പ്ലോറേറ്ററി അല്ലെങ്കിൽ ഫോർമുലേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. ഇതിൽ എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞാൽ ആദ്യം നടത്തുന്നതാണ് പ്രിലിമിനറി സ്റ്റഡിയാണ്. ഒരു പുതിയ പ്രോബ്ലം നമ്മളിപ്പോൾ എന്തിനെ പറ്റിയാണോ നമുക്ക് അതിനെപ്പറ്റി വലിയ കൃത്യമായൊരു ധാരണയൊന്നുമില്ല. അപ്പോൾ അതിനെ പറ്റിയിട്ട് അതിന് മുന്നേ നമ്മൾ നടത്തുന്ന ഒരു സ്റ്റഡി അതാണ് എക്സ്പ്ലോറേറ്ററി അല്ലെങ്കിൽ ഫോർമുലേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു പേഷ്യൻ്റ് ഡോക്ടറെ അടുത്തേക്ക് വന്നു. അയാളുടെ രോഗത്തിനെ പറ്റി, അയാളുടെ ഇൽനെസ്സിനെ പറ്റി ആ ഒരു ഡോക്ടർക്ക് കൃത്യമായിട്ട് അറിവില്ല. പക്ഷെ അതേസമയം അത് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു ഇനീഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ആ ഡോക്ടർ കണ്ടക്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അതായത് ഈ രോഗത്തിനെ പറ്റിയുള്ള എന്തെങ്കിലും ക്ലൂ കിട്ടുമോ എന്നറിയാൻ വേണ്ടി ഒരു ഇനീഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഡോക്ടർ കണ്ടക്ട് ചെയ്യുക. അങ്ങനെ അത്തരത്തിലുള്ള റിസർച്ചിനെയാണ് നമ്മൾ എക്സ്പ്ലോറേറ്ററി അല്ലെങ്കിൽ ഫോർമുലേറ്റീവ് റിസർച്ച് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ പൈലറ്റ് സ്റ്റഡിയൊക്കെ ചെയ്യുന്ന പോലെ തന്നെയാണ് ഈ ഒരു എക്സ്പ്ലോറേറ്ററി അല്ലെങ്കിൽ ഫോർമുലേറ്റീവ് റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഹൈപ്പോത്തസിസ് ഒന്നും അവിടെ ടെസ്റ്റ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മളവിടെ ചെയ്യുന്നില്ല. അപ്പോൾ ഈ എക്സ്പ്ലോറേറ്ററി റിസർച്ചിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടു ജനറേറ്റ് ന്യൂ ഐഡിയാസ്, പുതിയ ഐഡിയാസ് ജനറേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ടു മേക്ക് ആൻ എക്സാക്ട് ഫോർമുലേഷൻ ഓഫ് പ്രോബ്ലം. അപ്പോൾ ഒരു പ്രോബ്ലം എന്താണെന്നുള്ളത് നമുക്ക് എന്താണ് പ്രോബ്ലം എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. അപ്പോൾ അത് ഫോർമുലേറ്റ് ചെയ്യുക. ടു ഗ്യാദർ ഇൻഫോർമേഷൻ ഫോർ ഇലിസിഡേഷൻ ഓഫ് കോൺസെപ്റ്റ്. ഇനി നമുക്ക് ആ ഒരു കോൺസെപ്റ്റ് ഒരു നമ്മളുടെ മുന്നിലുള്ള ആ ഒരു കോൺസെപ്റ്റിനെ പറ്റി അതിനെപ്പറ്റി നമുക്ക് അതിനെ വിശദീകരിക്കാൻ പറ്റുന്ന ഇൻഫോർമേഷൻ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റണം. ദെൻ ടു ഡിസൈഡ് വെദർ ഇറ്റ് ഈസ് ഫീസിബിൾ ടു അറ്റൻഡ് ദ സ്റ്റഡി. ഇനി ഈ സ്റ്റഡിക്ക് ഈ സ്റ്റഡി ഫീസിബിൾ ആയിരിക്കോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് ഈ ഒരു എക്സ്പ്ലോറേറ്ററി റിസർച്ചിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഇനി ഈ എക്സ്പ്ലോറേറ്ററി റിസർച്ച് തന്നെ മെയിനായിട്ടും 3 തരത്തിൽ നമ്മൾ ചെയ്യാറുണ്ട്. ഒന്ന് ലിറ്ററേച്ചർ സർവേ ആണ്. ലിറ്ററേച്ചർ സർവേ എന്ന് പറയുമ്പോൾ ഈ ലിറ്ററേച്ചർ സർവേ ഈസ് എ സ്റ്റഡി വിച്ച് ഇൻവോൾവ്സ് കളക്ഷൻ ഓഫ് ലിറ്ററേച്ചർ. ഒരുപാട് ലിറ്ററേച്ചർ കളക്ഷൻസ് അതിൽ വരും. ഇൻ ദ സെലക്റ്റഡ് ഏരിയ ഓഫ് റിസർച്ച്, നമ്മൾ ഏത് ഏരിയയിലാണോ നമ്മൾ റിസർച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ലിറ്ററേച്ചർ കളക്ഷൻസ് അതിൽ വരുന്നുണ്ട്. അതായത് അതിനെപ്പറ്റി ഒരുപാട് എക്സ്പീരിയൻസോ അത്ര കാര്യമായിട്ടുള്ള അറിവൊന്നുമില്ല, അതിനെപ്പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനെ റിലേറ്റ് ചെയ്ത് വരുന്ന എല്ലാ ലിറ്ററേച്ചറും നമ്മൾ കളക്ട് ചെയ്യും. സോ അങ്ങനെ കളക്ട് ചെയ്തിട്ട് നമ്മൾ അതിൽ നിന്നും കൂടുതൽ ക്ലൂസ് കണ്ടുപിടിക്കുക, അഡ്വാൻസ്ഡ് റിസർച്ചിന് ഒരു സ്കോപ്പ് ഉണ്ടാക്കുക, അതൊക്കെയാണ് ഈ ലിറ്ററേച്ചർ സർവേയിൽ വരുന്നത്. സെക്കൻഡ് വൺ എക്സ്പീരിയൻസ് സർവേ ആണ്. എക്സ്പീരിയൻസ് സർവേ എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ സർവേ അത് കണ്ടക്ട് ചെയ്യുന്നത് ഇൻഫോർമൽ ഇൻ്റർവ്യൂസ്, അതായത് നമ്മൾ ഇതിനെപ്പറ്റിയാണ് സ്റ്റഡി ചെയ്യാൻ പോകുന്നത് ആ ഒരു കാര്യത്തിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളെ നമ്മൾ ഇൻഫോർമലി ഇൻ്റർവ്യൂ ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്.
സോ അങ്ങനെ ചെയ്യുന്ന സമയത്ത് റിസർച്ചർക്ക് കുറച്ചും കൂടി ആ ഒരു സബ്ജക്റ്റിനെ പറ്റി കുറച്ചും കൂടെ ഒരു ഇൻസൈറ്റ് കിട്ടാനായിട്ട് ഇത് സഹായിക്കും. അപ്പോൾ അവർക്ക് കൂടുതൽ നല്ല രീതിയിൽ റിസർച്ച് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ സ്റ്റഡി ഓഫ് ഇൻസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് കേസ് ആണ്. അപ്പോൾ ഇതൊരു കേസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡിയാണ്. അപ്പോൾ സെലക്റ്റഡ് കേസസിനെ പറ്റിയിട്ട് നമ്മൾ വളരെ ഇൻറ്റൻസീവ് ആയിട്ടുള്ളൊരു സ്റ്റഡി കണ്ടക്ട് ചെയ്യും. അതായത് നമ്മൾക്കറിയാത്ത ഒരു മേഖലയെ പറ്റിയിട്ട്. അപ്പോൾ അതിനെ പറ്റി നമുക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തൊക്കെ കേസുകളുണ്ടോ അതിനെ പറ്റി ഒരു ഇൻറ്റൻസീവ് സ്റ്റഡി കണ്ടക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ആ ടോപ്പിക്കിൽ നമുക്കൊരു ഇൻസൈറ്റ് അതിനെ പറ്റിയിട്ടുള്ള ഒരു കുറച്ചും കൂടെ ഒരു കാഴ്ചപ്പാട് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ എക്സ്പ്ലോറേറ്ററി ഓർ ഫോർമുലേറ്റീവ് റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇനീഷ്യൽ റിസർച്ചാണ്, പൈലറ്റ് സ്റ്റഡി പോലെയാണ്. അതായത് നമുക്ക് അറിവില്ലാത്ത ഒരു കാര്യത്തിനെ പറ്റി അതിൽ നിന്നും കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി നമ്മളൊരു പ്രിലിമിനറി സ്റ്റഡി കണ്ടക്ട് ചെയ്യുന്നതാണ് എക്സ്പ്ലോറേറ്ററി സ്റ്റഡി എന്ന് പറയുന്നത്. ഇവിടെ ഹൈപ്പോത്തസിസ് ഒന്നും ടെസ്റ്റ് ചെയ്യില്ല. ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ ഐഡിയാസ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റണം. ദെൻ നമുക്കൊരു പ്രോബ്ലത്തിനെ ഫോർമുലേറ്റ് ചെയ്യാൻ പറ്റണം. ദെൻ ഒരു കോൺസെപ്റ്റിനെ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടുള്ള ഇൻഫോർമേഷൻസ് നമുക്ക് വേണം. അപ്പോൾ അത് കളക്ട് ചെയ്യണം. ദെൻ ഈ ഒരു സ്റ്റഡി ഫീസിബിൾ ആയിരിക്കുമോ ഇല്ലേ എന്നുള്ളത് ഡിസൈഡ് ചെയ്യാം. പിന്നെ 3 തരത്തിലുള്ള എക്സ്പ്ലോറേറ്ററി റിസർച്ചസ് ആണുള്ളതെന്ന് പറഞ്ഞു. ലിറ്ററേച്ചർ സർവേ, എക്സ്പീരിയൻസ് സർവേ, സ്റ്റഡി ഓഫ് ഇൻസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് കേസസ്. അടുത്തത് ക്രിയേറ്റീവ് റിസർച്ച് ആണ്. അടുത്തത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് ക്രിയേറ്റീവ് റിസർച്ച്. ക്രിയേറ്റീവ് റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ക്രിയേറ്റിവിറ്റി ആണ്. അതായത് ഡെവലപ്മെൻറ്റ് ഓഫ് ന്യൂ തിയറീസ്, ന്യൂ പ്രൊസീജിയർ, ന്യൂ ഇൻവെൻഷൻ ഒക്കെ പുതിയതായിട്ട് ക്രിയേറ്റീവായിട്ട് നമ്മൾ ചെയ്യുകയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഇലക്ട്രോണിക് എഞ്ചിനീയർ ആണെന്നുണ്ടെങ്കിൽ ഒരു പുതിയൊരു റേഡിയോ അയാൾ ഡിസൈൻ ചെയ്യാം. ഇതുവരെ ഉള്ളതല്ല, പുതിയതായിട്ട് ക്രിയേറ്റിവിറ്റി ആണ് അവിടെ വരുന്നത്. അപ്പോൾ ഈ ക്രിയേറ്റീവ് റിസർച്ച് സാധാരണ നമ്മൾ ഒരുവിധം എല്ലാ ഫീൽഡിലും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ എക്സ്പെരിമെൻ്റൽ റിസർച്ച് പോലെയല്ല ക്രിയേറ്റീവ് റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താ പറയുക, നമുക്കത് കുറച്ചും കൂടെ അത്രത്തോളം സ്ട്രക്ചേർഡ് ആയിരിക്കില്ല. നമുക്കതൊരു പ്രീ പ്ലാൻ ചെയ്യാനൊന്നും പറ്റില്ല, കാരണം അത് ക്രിയേറ്റീവാണ്. സോ ഈ ഒരു ക്രിയേറ്റീവ് റിസർച്ചിൽ നമുക്ക് പ്രാക്ടിക്കൽ തിയററ്റിക്കൽ റിസർച്ച് വരുന്നുണ്ട്. ഇതിൽ പ്രാക്ടിക്കൽ ക്രിയേറ്റീവ് റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വരുന്നത് ഡിസൈൻ ഓഫ് ഫിസിക്കൽ തിങ്സ് ആണ്. ഫിസിക്കൽ തിങ്സിനെ ഡിസൈൻ ചെയ്യുന്നതാണ് പ്രാക്ടിക്കൽ ക്രിയേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. അതേസമയം തിയററ്റിക്കൽ ക്രിയേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത് പുതിയ പുതിയ മോഡൽസ്, പുതിയ തിയറംസ്, അൽഗോരിതംസ് ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, പുതിയതായിട്ട് നമ്മൾ ഡിസ്കവർ ചെയ്യുക. അതാണ് തിയററ്റിക്കൽ ക്രിയേറ്റീവ് റിസർച്ചിൽ വരുന്നത്. സോ ക്രിയേറ്റീവ് റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെവലപ്മെൻറ്റ് ഓഫ് ന്യൂ തിയറീസ്, ന്യൂ പ്രൊസീജിയേഴ്സ് ആൻഡ് ന്യൂ ഇൻവെൻഷൻസ് ആണ്. ക്രിയേറ്റീവ് റിസർച്ച് ഒരുവിധം എല്ലാ ഫീൽഡിലും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതേസമയം അത് അത്രത്തോളം സ്ട്രക്ചേർഡ് അല്ല, പ്രീ പ്ലാൻഡും ആയിരിക്കില്ല. പിന്നെ ഇതിൽ ഈ ക്രിയേറ്റീവ് റിസർച്ചിൽ പ്രാക്ടിക്കൽ റിസർച്ചും അതുപോലെ തിയററ്റിക്കൽ റിസർച്ചും വരും. അതിൽ പ്രാക്ടിക്കൽ റിസർച്ച് എന്ന് പറഞ്ഞാൽ ഡിസൈൻ ഓഫ് ഫിസിക്കൽ തിങ്സ് ആണ്. തിയററ്റിക്കൽ റിസർച്ചിൽ നമ്മൾ പറയുന്നത് ഡിസ്കവറി ഓർ ക്രിയേഷൻ ഓഫ് ന്യൂ മോഡൽസ്, അൽഗോരിതംസ് എക്സെട്ര ഇതൊക്കെയാണ് അതിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് വൺ പറയുന്നത് ഹിസ്റ്റോറിക്കൽ റിസർച്ച് ആണ്. ഹിസ്റ്റോറിക്കൽ റിസർച്ച് ഹിസ്റ്റോറിക്കൽ റിസർച്ചാണ്. ഈ ഹിസ്റ്റോറിക്കൽ റിസർച്ചിൽ നമ്മൾ പറയുന്നത് കോസ് ആൻഡ് ഇഫക്റ്റ് പാറ്റേണാണ് ഈ ഹിസ്റ്റോറിക്കൽ റിസർച്ചിൽ വരുന്നത്. ദെൻ ഇതിൽ നമ്മൾ പറയണു ഇറ്റ് ഈസ് ഓഫൺ ഗിയർഡ് ടുവേർഡ്സ് യൂസിങ് പാസ്റ്റ് ഈവൻസ്. പാസ്റ്റ് ഈവൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിപ്പോഴത്തെ കറൻറ്റ് സിറ്റുവേഷനെയും അല്ലെങ്കിൽ ഫ്യൂച്ചറിനെയൊക്കെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പോൾ സാധാരണ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് ഫോർകാസ്റ്റിംഗ് ഒക്കെ ചെയ്യുന്ന പോലെ കഴിഞ്ഞ വർഷങ്ങളിലെ ഇൻഫോർമേഷൻ ഡാറ്റാസൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ കറൻറ്റ് സിറ്റുവേഷനും അതുപോലെ തന്നെ ഫ്യൂച്ചറും പ്രെഡിക്റ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ഈ ഹിസ്റ്റോറിക്കൽ റിസർച്ചിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു ഫൈൻഡ് ഔട്ട് എക്സ്പ്ലനേഷൻസ് ആൻഡ് ജനറലൈസേഷൻ ഫ്രം ദ പാസ്റ്റ് ട്രെൻഡ്സ്. കഴിഞ്ഞ നമ്മൾ ഓൾറെഡി കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഡാറ്റയിൽ നിന്നും നമുക്ക് കുറച്ച് എക്സ്പ്ലനേഷൻസ് കിട്ടുക. അതിൽ നിന്നും നമ്മൾ ചില അനുമാനങ്ങളിലേക്ക്, ജനറലൈസേഷനിലേക്ക് എത്തുക. എന്നാൽ മാത്രമേ നമുക്ക് നമ്മളുടെ ഇപ്പോഴത്തെ പ്രസൻറ്റ് എന്താണെന്നുള്ളത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ഫ്യൂച്ചറിനെ പ്രെഡിക്റ്റ് ചെയ്യാനും ഒക്കെ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഹിസ്റ്റോറിക്കൽ റിസർച്ച് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്.
അപ്പോൾ ഈ ഒരു ഹിസ്റ്റോറിക്കൽ റിസർച്ച് എത്രത്തോളം സക്സസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ കളക്ട് ചെയ്യുന്ന ഡാറ്റയുടെ കംപ്ലീറ്റ്നെസ്, അതിൻ്റെ റെലവൻസ്, അതിൻ്റെ റിലയബിലിറ്റി, ജെനുവിനിറ്റി, ഇതെങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഈ ഒരു ഹിസ്റ്റോറിക്കൽ റിസർച്ച് സക്സസ് ആവോ ഇല്ലേ എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മളൊരു ഹിസ്റ്റോറിക്കൽ റിസർച്ച് കണ്ടക്ട് ചെയ്യുമ്പോൾ അതിൽ കുറച്ച് സ്റ്റെപ്സ് നമുക്ക് ഫോളോ ചെയ്യാനുണ്ട്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് എക്സാം ദ ഫീസിബിലിറ്റി ഓഫ് ദ സ്റ്റഡി. ഈ സ്റ്റഡി ഫീസിബിൾ ആണോ എന്നുള്ളത് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, അത് എക്സാം ചെയ്യണം. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് നമുക്ക് സ്റ്റഡി ചെയ്യാനുള്ള പ്രോബ്ലം എന്താണോ അത് നമ്മൾ എന്ത് ചെയ്യണം, സെലക്ട് ചെയ്യണം. അത് അപ്പോൾ എന്നിട്ട് നമ്മൾ ആ സ്റ്റഡിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാൻ നമ്മൾ ഡിസൈൻ ചെയ്യണം. ഇനി തേർഡ് വൺ പറയുന്നത് ലൊക്കേറ്റ് ദ സോഴ്സസ് ഓഫ് ഡാറ്റ. നമുക്ക് എവിടെ നിന്ന് ഏത് സോഴ്സിൽ നിന്നാണ് നമുക്ക് ഡാറ്റ കിട്ടുക എന്നുള്ളത് നമ്മൾ ലൊക്കേറ്റ് ചെയ്ത് വയ്ക്കുക. ദെൻ അടുത്ത സ്റ്റേജിൽ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഡാറ്റ കിട്ടാനുള്ള സോഴ്സ് നമ്മൾ കണ്ടുവെച്ച് കഴിഞ്ഞു. ഇനി ആ ഒരു സോഴ്സ് ഓഫ് ഡാറ്റ എത്രത്തോളം ജെനുവിൻ ആണെന്നുള്ളത് നമ്മൾ ടെസ്റ്റ് ചെയ്യണം. മാത്രമല്ല ഡാറ്റയുടെ വാലിഡിറ്റിയും നമ്മൾ എക്സാം ചെയ്യണം. അത് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കുള്ള ഏതാണോ നമുക്ക് സ്യൂട്ടബിൾ ആയിരുന്നുള്ള സോഴ്സിൽ നിന്ന് തോന്നുന്നത് ആ സോഴ്സിൽ നിന്നും നമ്മൾ റെലവൻറ്റ് ഡാറ്റ കളക്ട് ചെയ്യാം. ദെൻ നെക്സ്റ്റ് നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റേനെ നമ്മൾ ചെക്ക് ചെയ്യുക, അതിനെ ക്രോസ് ചെക്ക് ചെയ്യുക. പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് ഈ കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റേനെ ഒരു ലോജിക്കൽ മാനറിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവണം. പിന്നീട് നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പോൾ അതിൽ നിന്ന് നമ്മൾ മീനിങ് ഫുൾ ആയിട്ടുള്ള ഇൻ്റർപ്രിറ്റേഷൻസും ജനറലൈസേഷനിലും നമ്മൾ എത്തിച്ചേരുക. ഇത്രയും സ്റ്റെപ്പുകളാണ് ഒരു ഹിസ്റ്റോറിക്കൽ റിസർച്ച് കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ ഹിസ്റ്റോറിക്കൽ റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ ഹിസ്റ്റോറിക്കൽ റിസർച്ചിൽ പാസ്റ്റ് ഈവൻസിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മളുടെ പ്രസൻറ്റ് സിറ്റുവേഷനും ഫ്യൂച്ചർ ഫോർകാസ്റ്റ് ചെയ്യുക. ഇതാണ് മെയിൻ എയിം, ഹിസ്റ്റോറിക്കൽ റിസർച്ചിൻ്റെ മെയിൻ എയിമായിട്ട് നമ്മൾ പറയുന്നത്. ദെൻ അപ്പോൾ എന്നാൽ മാത്രമേ നമുക്ക് പാസ്റ്റ് ഡാറ്റേനൊക്കെ വെച്ച് ഒരു എക്സ്പ്ലനേഷനിലും ഒരു ജനറലൈസേഷനിലൊക്കെ നമുക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷേ ഈ ഹിസ്റ്റോറിക്കൽ റിസർച്ച് സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ കളക്ട് ചെയ്യുന്ന ഡാറ്റ അത് കംപ്ലീറ്റ് ആയിരിക്കണം, റെലവൻറ്റ് ആയിരിക്കണം, റിലയബിൾ ആയിരിക്കണം, ജെനുവിൻ ആയിരിക്കണം. ഇനി ഹിസ്റ്റോറിക്കൽ റിസർച്ച് കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഫസ്റ്റ് വൺ, ആ സ്റ്റഡിയുടെ ഫീസിബിലിറ്റി നമ്മൾ എക്സാം ചെയ്യണം. നമ്മൾ ആ സ്റ്റഡിയുടെ പ്രോബ്ലം എന്താണെന്നുള്ളത് ഫോർമുലേറ്റ് ചെയ്യുക, അതിനൊരു ഡിസൈൻ ഫോർമുലേറ്റ് ചെയ്യണം. ലൊക്കേറ്റ് ദ സോഴ്സസ് ഓഫ് ഡാറ്റ. ദെൻ അടുത്തത് സോഴ്സസ് ഓഫ് ഡാറ്റയുടെ ജെനുവിനിറ്റി ടെസ്റ്റ് ചെയ്യുക, അതിൻ്റെ ഡാറ്റയുടെ വാലിഡിറ്റിയും ടെസ്റ്റ് ചെയ്യണം. ദെൻ നമ്മൾ പല സോഴ്സിൽ നിന്നും ഡാറ്റ കളക്ട് ചെയ്യണോ, ദെൻ കളക്ട് ചെയ്ത ഡാറ്റയെ നമ്മൾ ചെക്ക് ചെയ്യുക, അതുപോലെ തന്നെ കൗണ്ടർ ചെക്ക് ചെയ്യുക. അതിനൊക്കെ ശേഷം ഈ ഡാറ്റയെ നമ്മളൊരു ലോജിക്കൽ മാനറിൽ അറേഞ്ച് ചെയ്യണം. പിന്നീട് അതിൽ നിന്നും മീനിങ് ഫുൾ ആയിട്ടുള്ള ഇൻ്റർപ്രിറ്റേഷൻസും ജനറലൈസേഷൻസിലേക്കും നമ്മൾ എത്തിച്ചേരും. ഇത്രയാണ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിൽ പറയുന്നത്. ദെൻ നെക്സ്റ്റ് എക്സ്പോസിറ്ററി റിസർച്ചാണ്. Expository research. 13ാമത്തെ expository research. Expository research എന്ന് പറയുന്നത് expository research is based purely on existing information and normally results in review type reports. അതായത് എക്സിസ്റ്റിംഗ് ഇൻഫോർമേഷനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഒരു റിവ്യൂ ടൈപ്പ് റിപ്പോർട്ട്സ് ഒക്കെയാണ് സാധാരണ എക്സ്പോസിറ്ററി റിസർച്ചിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. ഇപ്പോൾ നമുക്ക് ഒരു കാര്യത്തിനെ പറ്റി നമ്മൾ റീഡ് ചെയ്ത് അതിനെ നമ്മൾ കമ്പയർ ചെയ്ത് അനലൈസ് ചെയ്ത് സിന്തസൈസ് ചെയ്ത് ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിനെ പറ്റി അതിൽ നിന്നും നമ്മൾ പുതിയൊരു കാഴ്ചപ്പാട് ഉണ്ടാക്കിയെടുക്കുക, ഇതൊക്കെ ഈ എക്സ്പോസിറ്ററി റിസർച്ചിൽ വരുന്നതാണ്. ഇപ്പോൾ പല രാജ്യങ്ങളിലും ഇപ്പോൾ ഡെവലപ്ഡ് കൺട്രീസ് ഉണ്ട്, അതുപോലെ തന്നെ ഡെവലപ്പിംഗ് കൺട്രീസ് ഉണ്ട്. അപ്പോൾ ഈ രണ്ട് കൺട്രീസിലെയും ടാക്സ് സ്ട്രക്ചറിനെ പറ്റിയൊക്കെ നമ്മളൊരു കമ്പാരിസൺ നടത്തുക, അതൊക്കെ ഒരു എക്സാമ്പിളായിട്ട് എക്സ്പോസിറ്ററി റിസർച്ചിൻ്റെ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം. അപ്പോൾ എക്സ്പോസിറ്ററി റിസർച്ച് എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റിംഗ് ഇൻഫോർമേഷനെ ബേസ് ചെയ്തുകൊണ്ടാണ്. എക്സ്പോസിറ്ററി എക്സിസ്റ്റിംഗ് ഇൻഫോർമേഷനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഒരു റിവ്യൂ ടൈപ്പ് റിപ്പോർട്ട്സ് ആണ്. അപ്പോൾ അതിൽ മെയിനായിട്ട് നമ്മൾ ഈ കമ്പാരിസനൊക്കെയാണ് കൂടുതലായിട്ട് ചെയ്യുന്നത്. ഇനി എക്സ്പോസ്റ്റ് ഫാക്ടോ റിസർച്ച് ഉണ്ട്. എക്സ്പോസ്റ്റ് ഫാക്ടോ research. Ex post facto
ഫാക്ടോ റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഫോം ആഫ്റ്റർ ദ ഫാക്ട് എന്നാണ് പറയുക. ഫോം ആഫ്റ്റർ ദ ഫാക്ട്, അതായത് ഒരു കാര്യം സംഭവിച്ചതിന് ശേഷമുള്ള റിസർച്ചാണ് എക്സ് പോസ്റ്റ് ഫാക്ടോ റിസർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ ഈ ടൈപ്പ് ഓഫ് റിസർച്ച് അത് സംഭവിച്ചതിന് ശേഷമായിരിക്കും അതിനെ പറ്റിയിട്ടുള്ള ഡാറ്റാസൊക്കെ നമുക്ക് അവൈലബിൾ ആവുന്നത്. എക്സ്പോസ്റ്റ് ഫാക്ടോ റിസർച്ച് എന്നാണ് പറയുക. അപ്പോൾ ഇവിടെ നമുക്ക് ഒരിക്കലും ഒരു മാനിപ്പുലേഷൻസ് ഒന്നും ഇവിടെ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ സയൻറ്റിസ്റ്റിനൊന്നും ഒരിക്കലും ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൽ ഒരു ഡയറക്റ്റ് കൺട്രോൾ ഉണ്ടായിരിക്കില്ല. കാരണം അവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്കൊരു മാനിപ്പുലേഷൻസും അവിടെ പോസിബിൾ അല്ല. ആ ഒരു ഈവൻറ്റ് സംഭവിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് അവിടെ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിനെയാണ് എക്സ് പോസ്റ്റ് ഫാക്ടോ റിസർച്ച് എന്ന് പറയുന്നത്, ഫാക്ടോ റിസർച്ച് എന്ന് പറയുന്നത്. അടുത്തത് ഡയഗ്നോസ്റ്റിക് റിസർച്ച് ആണ്. ഡയഗ്നോസ്റ്റിക് റിസർച്ച് ആണ്. ഡയഗ്നോസ്റ്റിക് റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നമ്മളുടെ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് പോലെ തന്നെയാണ്. ഇതിൽ നമ്മളിവിടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പോകുന്നത് ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ എന്താണ് അതിൻ്റെ കോസ്, മാത്രമല്ല ആ പ്രോബ്ലത്തിന് നമുക്ക് എന്തൊക്കെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കാം. ഇതാണ് ഇതിൻ്റെ മെയിൻ എയിം. ഈ ഡയഗ്നോസ്റ്റിക് റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നതിൻ്റെ മെയിൻ എയിം പ്രോബ്ലം എന്താണ്, ആ പ്രോബ്ലത്തിനുള്ള കോസ് എന്താണ്, അതിന് എന്തൊക്കെ സൊല്യൂഷൻസ് ഉണ്ട്, ഇത് കണ്ടുപിടിക്കലാണ്. അപ്പോൾ ഇതിൽ നമ്മൾ പറയുന്നത് ഡിസ്കവറിങ് വാട്ട് ഈസ് ഹാപ്പനിങ്, എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, വാട്ട് ക്യാൻ ബി ഡൺ അബൌട്ട്, അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കാണ് ഈ ഒരു റിസർച്ച് നമ്മളെ ലീഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ റിസർച്ചർക്ക് വളരെ ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റണം. അതായത് വാട്ട് ഹി വാണ്ട് ടു മെഷർ, അയാൾ എന്താണ് മെഷർ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ആ മെഷറിങ്ങിനെ എന്ത് മെത്തേഡാണ് അയാൾ ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ അയാൾക്ക് ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റണം. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്, അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കാണ് ഈ ഡയഗ്നോസ്റ്റിക് റിസർച്ച് നമ്മളെ നയിക്കുന്നത്. സോ അതിൽ നിന്നും നമുക്ക് ഒരു പ്രോബ്ലത്തിൻ്റെ കോസ് എന്താണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതിനുള്ള പോസിബിൾ സൊല്യൂഷൻസും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഡയഗ്നോസ്റ്റിക് റിസർച്ച് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് പോലെ തന്നെയാണ്. ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ എന്താണ് അതിൻ്റെ കോസ്, എന്ത് സൊല്യൂഷൻസ് അതിന് കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതാണ്, അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അതിൻ്റെ എയിമായിട്ട് പറയുന്നത്. അതായത് ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്, അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു പോയിന്റിലേക്കാണ് ഈ ഡയഗ്നോസ്റ്റിക് റിസർച്ച് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡയഗ്നോസ്റ്റിക് റിസർച്ച് വഴി നമുക്ക് പ്രോബ്ലത്തിനുള്ള കോസസ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും അതിനുള്ള സൊല്യൂഷൻസ് കണ്ടുപിടിക്കാനും സാധിക്കും. അടുത്തത് ഇവാലുവേഷൻ റിസർച്ചാണ്. ഇവാലുവേഷൻ റിസർച്ച്. ഇവാലുവേഷൻ റിസർച്ച് എന്ന് പറയുമ്പോൾ ഇതിൽ ഇപ്പോൾ നമ്മൾ ഇവാലുവേറ്റ് എന്തെങ്കിലും സംഭവം ഇംപ്ലിമെൻറ്റ് ചെയ്തതിന് ശേഷം നമുക്കത് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് എന്തെങ്കിലും ഒരു സോഷ്യൽ അല്ലെങ്കിൽ ഒരു ഇക്കണോമിക് പ്രോഗ്രാംസ് ഇംപ്ലിമെൻറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഇഫക്റ്റീവ്നെസ് അസസ് ചെയ്യലാണ് ഇവാലുവേഷൻ റിസർച്ചിൽ വരുന്നത്. അതൊരു തരത്തിലുള്ള അപ്ലൈഡ് റിസർച്ചാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇത് ചെയ്യുന്നത് എന്താണ്, ഇപ്പോൾ എന്തെങ്കിലും ഒരു പെർഫോമൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ക്വാണ്ടിറ്റി, അതിൻ്റെ ക്വാളിറ്റി, ഇതൊക്കെ അസസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് സാധാരണ ഇവാലുവേഷൻ റിസർച്ച് നമ്മൾ കണ്ടക്ട് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതിൽ 3 തരത്തിലുള്ള ഇവാലുവേഷൻസ് വരുന്നുണ്ട്. ഒന്ന് സൈമിൾട്ടേനിയസ് ഇവാലുവേഷൻ. സൈമിൾട്ടേനിയസ് ഇവാലുവേഷൻ എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഓൺഗോയിങ് പ്രോഗ്രാമിനെ സോഷ്യൽ ഓഡിറ്റ് ചെയ്യലാണ് സൈമിൾട്ടേനിയസ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഈ ഒരു ഇവാലുവേഷൻ, സൈമിൾട്ടേനിയസ് ഇവാലുവേഷൻ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് ആ ഒരു കാര്യം നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നമ്മൾ ഓൺഗോയിങ് ആണെന്ന് പറഞ്ഞു അല്ലേ, അത് കഴിഞ്ഞിട്ടില്ല. സോ അതിൻ്റെ ഇടയിൽ നമുക്ക് പെർഫോമൻസിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഫീഡ്ബാക്ക് ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി പീരിയോഡിക് ഇവാലുവേഷൻ ആണ് അടുത്തത്. അപ്പോൾ പീരിയോഡിക് ഇവാലുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ ഒരു പ്രൊജക്റ്റ് ആണെങ്കിൽ അതിന് പല പല സ്റ്റേജസ് ഉണ്ട്. അപ്പോൾ ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ട് അതിനെ ഇവാലുവേറ്റ് ചെയ്യുക, അതിനെയാണ് പീരിയോഡിക് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ഇനി ടെർമിനൽ ഇവാലുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എൻറ്റയർ പ്രൊജക്റ്റ് അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം കണ്ടക്ട് ചെയ്യുന്നതാണ് ടെർമിനൽ ഇവാലുവേഷൻ എന്ന് പറയുന്നത്.
അപ്പോൾ ഇവാലുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നടന്നതിന് ശേഷം, ഇംപ്ലിമെൻറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഇഫക്റ്റീവ്നെസ് അസസ് ചെയ്യാനാണ് ഇവാലുവേഷൻ റിസർച്ച് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അപ്ലൈഡ് റിസർച്ച് പോലെയാണ്. പിന്നെ അതിൽ 3 തരത്തിലുള്ള ഇവാലുവേഷൻസ് പറഞ്ഞു. സൈമിൾട്ടേനിയസ്, അതായത് ഒരു കാര്യം പെർഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, നടന്നുകൊണ്ടിരിക്കുമ്പോൾ. അടുത്തത് പീരിയോഡിക്, അതിൻ്റെ ഒരു ഫേസ് കഴിഞ്ഞാൽ നടത്തുന്ന ഇവാലുവേഷൻ. പിന്നത്തെ ടെർമിനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എൻറ്റയർ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നടത്തുന്നതാണ്. ഇനി അടുത്തതാണ് കേസ് സ്റ്റഡി. നെക്സ്റ്റ് വൺ, കേസ് സ്റ്റഡി. കേസ് സ്റ്റഡിയാണ്. കേസ് സ്റ്റഡി നമുക്ക് എല്ലാവർക്കും നല്ല പരിചയമുള്ളതാണ്. കേസ് സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ മെത്തേഡ് ഓർ ടെക്നിക് ഓർ എൻ അപ്രോച്ച് ഓഫ് എക്സ്പ്ലോറിംഗ് ഓർ അനലൈസിങ് ദ ലൈഫ് ഓഫ് എ സോഷ്യൽ യൂണിറ്റ്. ഒരു സോഷ്യൽ യൂണിറ്റിൻ്റെ ലൈഫിനെ നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് അതിനെ അനലൈസ് ചെയ്ത് ഒക്കെ അതിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഒരു ടെക്നിക്കാണ് ഈ കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. ഒരു സോഷ്യൽ യൂണിറ്റ് എന്ന് പറയുമ്പോൾ അത് പലതും ആയിരിക്കാം. ചിലപ്പോൾ ഒരു പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഫാമിലി ആയിരിക്കാം, ഒരു ഓർഗനൈസേഷനോ ഒരു കമ്മ്യൂണിറ്റിയോ എന്തുമാവാം. ഇതൊക്കെ കൂടിച്ചേരുമ്പോൾ അത് ഒരു സോഷ്യൽ യൂണിറ്റ് ആണ്. ഇതിൽ ഏതും ആവാം ഒരു സോഷ്യൽ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇതിൽ പൗലൈൻ വി യങ്ങിൻ്റെ ഒരു ഡെഫിനേഷൻ പറയുന്നുണ്ട്. എ കോംപ്രിഹെൻസീവ് സ്റ്റഡി ഓഫ് എ സോഷ്യൽ യൂണിറ്റ്. എന്താണ് കേസ് സ്റ്റഡി? എ കോംപ്രിഹെൻസീവ് സ്റ്റഡി ഓഫ് എ സോഷ്യൽ യൂണിറ്റ്. ഒരു സോഷ്യൽ യൂണിറ്റിൻ്റെ അതിൻ്റെ സമഗ്രമായ ഒരു സ്റ്റഡി, ഒരു പഠനം, അതിനെയാണ് നമ്മൾ കേസ് സ്റ്റഡി എന്ന് പറയുക. അപ്പോൾ ഈ സോഷ്യൽ യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു പേഴ്സൺ ആയിരിക്കാം, ഒരു ഗ്രൂപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഫാമിലിയോ ഇൻസ്റ്റിറ്റ്യൂഷനോ ഒരു ഡിസ്ട്രിക്റ്റോ എന്തുമാവാം. അതിനെപ്പറ്റി ഒരു സമഗ്രമായൊരു പഠനം നടത്തുക, അതിനെയാണ് നമ്മൾ കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കേസ് സ്റ്റഡി എന്ന് പറയുമ്പോൾ അതൊരു ഇൻഡെപ്ത് സ്റ്റഡി ആയിരിക്കും. ഒരു സിംഗിൾ യൂണിറ്റ്, ഒരു കാര്യത്തിനെ പറ്റി മാത്രമായിരിക്കും നമ്മൾ സ്റ്റഡി ചെയ്യുന്നുണ്ടാവുക. പക്ഷെ അതിൻ്റെ ഇൻഡെപ്ത് സ്റ്റഡിയാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. ഒരു കോംപ്രിഹെൻസീവ് സ്റ്റഡിയാണ്. വളരെ കൃത്യമായി അതിൻ്റെ എല്ലാ ഫാക്ടേഴ്സും അതിൻ്റെ കോസസും ഇതൊക്കെ നമ്മൾ അതിൽ സ്റ്റഡി ചെയ്യുന്നുണ്ടായിരിക്കും. ഇപ്പോൾ ഇറ്റ് ഈസ് ഓൾസോ വെരി ഗുഡ് മെത്തേഡ് ഫോർ കളക്ടിങ് ഡാറ്റ. ഇപ്പോൾ ഒരു ഇൻഡിവിജ്വലിനെ പറ്റിയോ ഫാമിലി ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിനെ പറ്റിയൊക്കെ നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ദെൻ നമുക്കൊരു കോംപ്ലക്സ് ഇഷ്യൂ വരുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാനൊക്കെ നമ്മൾ ഈ കേസ് സ്റ്റഡി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം ഹെൽപ്ഫുള്ളാണ്. കാരണം നമുക്ക് പ്രീവിയസ് റിസർച്ചിൽ കൂടെ നമ്മൾക്ക് അറിയുന്ന പല കാര്യങ്ങളും നമുക്കുണ്ടാവും. ഈ കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ കേസ് സ്റ്റഡീനെ റെഫർ ചെയ്തുകൊണ്ട് നമുക്കറിയാത്ത പല കാര്യങ്ങളിലേക്കും നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരുപാട് തരത്തിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഇഷ്യൂസും പ്രോബ്ലംസൊക്കെ ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടാവും. അപ്പോൾ നമ്മൾക്ക് റിയൽ ലൈഫിലും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും. സോ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് പെട്ടെന്നൊരു ഡിസിഷനൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ ഈ കേസ് സ്റ്റഡി നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഈ കേസ് സ്റ്റഡിയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിനെ കുറേ പേര് വിമർശിക്കുന്നുണ്ട് കേസ് സ്റ്റഡി. അപ്പോൾ അതിൻ്റെ ഒരു ക്രിട്ടിക്സ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു വിമർശനം എന്ന് പറയുന്നത്, അതായത് ഇവിടെ നമ്മളൊരു സ്മോൾ നമ്പർ ഓഫ് കേസസ് മാത്രമാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫൈൻഡിങ്സ് അത്രത്തോളം റിലയബിൾ ആയിരിക്കില്ല, ജനറൽ ആയിരിക്കില്ല എന്നുള്ള ഒരു വിമർശനമാണ് കേസ് സ്റ്റഡീനെ പറ്റി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. പിന്നെ മറ്റു ചിലർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ബയാസ്ഡ് ആയിരിക്കാം, ഫൈൻഡിങ്സ് ഒക്കെ ബയാസ്ഡ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതായത് നമ്മൾ ഒരു മുന്നത്തെ ഒരു എക്സ്പീരിയൻസ് ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പുതിയൊരു സ്റ്റഡി കണ്ടക്ട് ചെയ്യുന്നത്. സോ അവിടെ അത് ബയാസ്ഡ് ആവാനുള്ള ചാൻസ് ഉണ്ടെന്ന് ഒരു വിഭാഗം ആളുകൾ വിമർശനം പറയുന്നുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത്, പക്ഷേ അതേസമയം കുറേ പേര് ഈ കേസ് സ്റ്റഡി ഇപ്പോഴും വളരെ സക്സസ്ഫുള്ളായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ വളരെ കെയർഫുള്ളായി നമ്മളത് പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പല റിയൽ ലൈഫ് സിറ്റുവേഷൻസിലും ഇഷ്യൂസിലും പ്രോബ്ലംസിലൊക്കെ നമുക്ക് ഈ കേസ് സ്റ്റഡി വളരെ സക്സസ്ഫുള്ളായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൽ ഈ കേസ് സ്റ്റഡി ചെയ്യുമ്പോൾ അതിൽ കുറച്ച് സ്റ്റെപ്സ് പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ, ഡിറ്റർമിൻ ആൻഡ് ഡിഫൈൻ ദ റിസർച്ച് പ്രോബ്ലം. ആദ്യം എല്ലാറ്റിലും പോലെ തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, എന്താണ് നമ്മളുടെ റിസർച്ച് പ്രോബ്ലം എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യുക. ദെൻ അടുത്തത്, സെലക്ട് ദ കേസസ് ആൻഡ് ഡിറ്റർമിൻ ഡാറ്റ ഗ്യാതറിംഗ് ആൻഡ് അനാലിസിസ് ടെക്നിക്സ്. അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് കേസസ് സെലക്ട് ചെയ്യുക, അതിന് ശേഷം എന്തൊക്കെ ഡാറ്റാസ് നമ്മൾ കളക്ട് ചെയ്യണം എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യുക. അതുപോലെ തന്നെ അതിനെ അനലൈസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ദെൻ പ്രിപ്പയർ ടു കളക്ട് ദ ഡാറ്റ. അതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡാറ്റാസ് കളക്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാം. കളക്ട് ഡാറ്റ ഇൻ ദ ഫീൽഡ്. പിന്നീട് ആ ഡാറ്റ കളക്ട് ചെയ്യാം.
ഇവാലുവേറ്റ് ആൻഡ് അനലൈസ് ദ ഡാറ്റ. കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റേനെ ഇവാലുവേറ്റ് ചെയ്യുക, അതിനെ അനലൈസ് ചെയ്യുക, പിന്നെ അതിൻ്റെ ബേസിസിൽ നമ്മൾ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുക. അത്രയാണ് കേസ് സ്റ്റഡിയിൽ പറയാനുള്ളത്. അപ്പോൾ കേസ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറയുമ്പോൾ കേസ് സ്റ്റഡി എ കോംപ്രിഹെൻസീവ് സ്റ്റഡി ഓഫ് എ സിംഗിൾ യൂണിറ്റ്. ഒരു സിംഗിൾ യൂണിറ്റിനെ പറ്റിയിട്ടുള്ള സമഗ്രമായ പഠനം. ആ സിംഗിൾ യൂണിറ്റ് ഒരു പേഴ്സൺ ആയിരിക്കാം, ഒരു ഫാമിലി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയോ എന്തുമാവാം. പക്ഷെ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സമഗ്രമായ പഠനത്തിനെയാണ് കേസ് സ്റ്റഡി എന്ന് നമ്മൾ പറയുന്നത്. ഒരു സിംഗിൾ യൂണിറ്റിനെ പറ്റി ഒരു ഇൻഡെപ്ത് സ്റ്റഡിയാണ് നമ്മളിവിടെ നടത്തുന്നത്. പിന്നീട് നമ്മളതിൽ മെയിനായിട്ട് പറയുന്നത് കേസ് സ്റ്റഡീനെ വിമർശിക്കുന്നവരുണ്ട്. അത് വിമർശനത്തിൽ ഫസ്റ്റ് വൺ പറയുന്നത് വളരെ കുറച്ച് കേസസ് മാത്രമാണ് നമ്മളിവിടെ സ്റ്റഡി ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ അത് റിലയബിൾ ആയിരിക്കില്ല, ജനറൽ ആയിരിക്കില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ ബയാസ്ഡ് ആവാനുള്ള ചാൻസസ് ഉണ്ട് എന്നൊക്കെ വിമർശനങ്ങൾ വരുന്നുണ്ട്. എന്നാൽ പോലും അവിടെ എന്ത് നടക്കുന്നുണ്ട്, വളരെ കെയർഫുള്ളായിട്ട് നമ്മൾ ഒരു കേസ് സ്റ്റഡി പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സക്സസ് ആയിട്ട് റിയൽ ലൈഫ് സിറ്റുവേഷൻസിലൊക്കെ നമുക്കത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നീട് അതിൻ്റെ സ്റ്റേജസിനെ പറ്റി നമ്മൾ പറഞ്ഞു. ആദ്യം റിസർച്ച് പ്രോബ്ലം ഡിറ്റർമിൻ ചെയ്യുക, പിന്നെ കേസ് സെലക്ട് ചെയ്യുക, ദെൻ എങ്ങനെ ഏതൊക്കെ ടൈപ്പ് ഡാറ്റ കളക്ട് ചെയ്യണം എന്നുള്ളതൊക്കെ ഡിറ്റർമിൻ ചെയ്യുക, ഡാറ്റ കളക്ട് ചെയ്യാനുള്ള പ്രിപ്പറേഷൻസ് ചെയ്യുക, ഡാറ്റ കളക്ട് ചെയ്യുക, കളക്ട് ചെയ്ത ഡാറ്റേനെ ഇവാലുവേറ്റ് ചെയ്യുക, അനലൈസ് ചെയ്യുക, ദെൻ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ നമ്മൾ ടൈപ്സ് ഓഫ് റിസർച്ച് എന്ന് പറയുന്ന ഒരു വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് കഴിഞ്ഞ ക്ലാസ്സിലും ഈ ക്ലാസ്സിലുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അതിൽ 16 ടൈപ്പ് റിസർച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ വർഷവും ചോദിക്കുന്ന ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മളുടെ ടൈപ്സ് ഓഫ് റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവർ റിസർച്ച്, അപ്ലൈഡ് റിസർച്ച് അല്ലെങ്കിൽ ആക്ഷൻ റിസർച്ച് എന്ന് പറയും, സോഷ്യൽ സയൻസ് റിസർച്ച്. ദെൻ അത് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചത് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ആണ്, അനലിറ്റിക്കൽ റിസർച്ച് പഠിച്ചു, ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ്, എംപിരിക്കൽ റിസർച്ച്, കോൺസെപ്ച്വൽ റിസർച്ച്, experimental research, exploratory or formulative research, creative research, historical research, expository research, ex post facto research, diagnostic research, evaluation research, and finally case study. ഇത്രയാണ് നമ്മുടെ 16 ടൈപ്പ് റിസർച്ച്. അപ്പോൾ അത് വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് എല്ലാവരും പഠിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ്സ് ഫോർ ടുഡേ. താങ്ക് യു.